ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതോടെ NDA ക്യാമ്പ് ആകെ ആവേശത്തിലാണ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്നാണ് മഹാസഖ്യം പറയുന്നത്. പോളിംഗ് ഫലങ്ങൾ അതിവേഗം വർദ്ധിത വീര്യത്തിൽ ആവേശത്തിൽ കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ 24 സംഘം സജ്ജമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞാനും ഹാഷ്മിയും അതുപോലെ S വിജയകുമാറും മറ്റുള്ളവരും നമുക്കൊപ്പം ഉണ്ടാകും. പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ആവേശത്തോടെ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആവേശത്തിന്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഇത്ര നാൾ കണ്ട പ്രചാരണത്തിന്റെ പോളിംഗിന്റെ ഒക്കെ ഉത്തരം എന്താണെന്ന് നമുക്ക് ലഭിക്കും. 38 ജില്ലകളിലായി 46 പോളിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറായിരിക്കുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പട്നയിൽ നിന്നാകും. പട്നയിലെ AN കോളേജിലാണ് പട്നയിലെ കൗണ്ടിംഗ് സെന്റർ ഉള്ളത്. അവിടെ നിന്നാകും നമ്മൾ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. മുന്നണികൾക്ക് ചങ്കെടുപ്പിന്റെ മണിക്കൂറുകളാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് വലിയ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം ഒരു അമിത ആത്മവിശ്വാസം തൽക്കാലം ഇന്നലത്തെ ആവേശമൊക്കെ വിട്ട് യാഥാർത്ഥ്യം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ NDA ക്യാമ്പിൽ ഇപ്പോൾ പ്രകടമാണ്. JDU ക്യാമ്പായിരുന്നു ഇന്നലെ വലിയ തോതിൽ സന്തോഷിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ തുടർച്ചയായി JDUവിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇത്തവണ സ്ഥിതി മാറി JDUവിന് ഒരു 30 സീറ്റെങ്കിലും അധികം കിട്ടും എന്നതാണ് പ്രവചനം. സ്ത്രീകൾ കൂട്ടത്തോടെ എത്തിയതാണ് വോട്ട് ശതമാനം ഇങ്ങനെ ഉയരാനുള്ള, പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ അത് JDUവിനെ തുണച്ചു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നൽകുന്ന സൂചന. അതുകൊണ്ട് JDU ക്യാമ്പ് വലിയ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ RJD ക്യാമ്പ് ഇന്നലെ ഇപ്പോൾ തേജസ്വി യാദവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പറഞ്ഞത് ഈ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ഒരുതരം സ്പോൺസേഡ് പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഇതല്ല ജനങ്ങളുടെ വിധി, ജനങ്ങളുടെ മനസ്സിൽ ഇതല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. മുൻകാല ചരിത്രങ്ങളിലും പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബീഹാറിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയ ഒരു ഓളമൊന്നുമല്ല, യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് മുന്നണികളൊക്കെ ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചങ്കെടുപ്പ് അവർക്കുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അവരുടെ സ്ഥിതി കുറച്ചുകൂടി മോശമാക്കും സംസ്ഥാനത്ത് എന്നത് ആണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 യഥാർത്ഥത്തിൽ മഹാസഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ പ്രകടനം മോശമായതോടുകൂടിയാണ് അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത്തവണയും അത്തരമൊരു സാഹചര്യം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ, ഒരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അത്തരം ആശങ്കകളൊക്കെ ഒരു വശത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ കൗണ്ടിങ്ങിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് സമയത്ത് കണ്ടതുപോലെയുള്ള കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട്. ദില്ലിയിലെ ബോംബ് സ്ഫോടനം അടക്കമുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ട്. അല്ലാതെ തന്നെ നക്സൽ ബാധിത മേഖലകൾ അടക്കം ഉള്ളതാണ്. അതുകൊണ്ട് കർശന സുരക്ഷാ വിന്യാസത്തിലാണ് SKN വോട്ടെണ്ണൽ നടക്കുന്നത്. താങ്ക് യു. പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.